ശ്രദ്ധയേറ്റിരിക്കാം. സകല കാലത്തിന് മുമ്പേ നമുക്ക് നിത്യജീവന്റെ വാഗ്ദത്തം തന്ന ഭോഷ്കില്ലാത്ത ദൈവത്തെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു. തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയ ദൈവപുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ ഏവർക്കും അറിയിക്കും. ഒരാഴ്ച കൂടെ ദൈവവചന പഠനത്തിനായി ദൈവം നമുക്ക് വേണ്ടി വേർതിരിച്ചല്ലോ. നമ്മെ അവിടെ ഇമ്മാനുവേലിന്റെ വിസ്തൃതമായ ചിറകടിയിൽ മറയ്ക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. ശത്രുവിന്റെ തീയമ്പുകൾ ഒന്നും ഏശാതെ നമ്മെ തന്റെ രക്ഷാകവചത്തിൽ കാക്കുന്ന, മേലിലും നിത്യതയോളം നമ്മെ കാക്കുവാൻ ശക്തനായ ദൈവത്തിന് സ്തോത്രം. നിങ്ങളെവരുടെയും കൂട്ടായ്മകൾക്കായും ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളേവരോടും ഉള്ള നന്ദിയും അറിയിക്കുന്നു. നമ്മൾ പഠിച്ചു വരുന്ന വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പഠനം തുടരാം. Let us rejoice and exult and give him the glory, for the marriage of the Lamb has come, and his bride has made herself ready. It is granted her to clothe herself with fine linen, bright and pure. For the fine linen is the righteous deeds of the saints. And the angel said to me, write this, blessed are those who are invited to the marriage supper of the Lamb. And he said to me, these are the true words of God. Praise God. നമ്മൾ ഈ ഭാഗത്ത് നിന്നും ചിന്തിക്കുന്നത്, the bride has made herself ready. കാന്ത അല്ലെങ്കിൽ മണവാട്ടി കുഞ്ഞാടിന്റെ കല്യാണത്തിനായിട്ട് തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഭാഗമാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. സ്തോത്രം. അതിൽ 20 ചില്ലുവാനം കാര്യങ്ങൾ നമ്മൾ പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. നമ്പറിൽ വ്യത്യാസമുള്ളത് കൊണ്ട് നമ്പർ ഞാൻ ചോദിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് നാം കണ്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പത്രോസിന്റെ ലേഖനത്തിൽ നിന്നുമായിരുന്നു, അല്ലേ? Live a life worthy of your calling. Okay. Right. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് പഠിച്ചതിന് ശേഷം ആയിരുന്നു തോന്നുന്നു നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചത്, നമ്മുടെ വിളിക്കും വിളിച്ച ദൈവത്തിനും യോഗ്യമായി ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. എഫേസ്യ ലേഖനത്തിൽ നിന്നും നമ്മൾ കണ്ടിരുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും നാം അത് കണ്ടു. Live a life worthy of our calling. അതിന് തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു, make every effort to make your calling and election sure. Make sure of our calling. ഇപ്പം 2 പത്രോസ് 1:10 നിന്ന് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം എന്ന കാര്യം കണ്ടു. എന്നിട്ട് അടുത്തതായി നമ്മൾ പഠിച്ചത്, നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക.
അപ്പോ എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന് അറിഞ്ഞിട്ട് വേണം ആ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ. അപ്പൊ എന്തിനാണ് നമ്മെ വിളിച്ചത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് അവർ കോളിംഗ്, ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ദൈവം നമ്മെ വിളിച്ച പരമമായ ലക്ഷ്യം, എഫേസ്യ ലേഖനത്തിന്റെ ഭാഷയിൽ അവന്റെ വിളിയാലുള്ള ആശ, അത് നമ്മൾ കണ്ടു. നമ്മൾ നമ്മുടെ കർത്താവിനെ പോലെ ആകുവാൻ വിളിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ, ദൈവപുത്രനെ പോലെ തേജസ്സുള്ളവരായി തീരുവാൻ, കർത്താവിനെ പോലെയായിട്ട് അവനോട് കൂടെ ഇരിപ്പാൻ എന്നൊക്കെയുള്ള നമ്മുടെ വിളിയുടെ പരമമായ ലക്ഷ്യത്തെ നമ്മൾ കണ്ടു. അത് കണ്ടെങ്കിൽ തൊട്ടടുത്ത് പൗലോസ് പറയുകയാണ്, എങ്കിൽ അതിന് യോജ്യമായ ഒരു ജീവിതം വേണം നിങ്ങൾ നയിക്കുവാൻ. If we are called out with such a profound purpose, let your life be very worthy of that purposeful life. സ്തോത്രം. നമ്മെ വിളിച്ച ലക്ഷ്യം നിസ്സാരമല്ല. താൽക്കാലികമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവം നമ്മെ വിളിച്ചത് എന്തെങ്കിലും ഇവിടെ നേടാനോ എന്തെങ്കിലും ഇവിടെ അല്പം നൽകിത്തരാനോ ഒന്നുമല്ല. കർത്താവിനോടൊപ്പമുള്ള നിത്യതയ്ക്ക് വേണ്ടിയാ. എങ്കിൽ നമ്മുടെ ജീവിതം ആ ലക്ഷ്യം കൈവരിക്കത്തക്കതുപോലെ ആയിരിക്കണം. ഇതാണ് വർതി ഓഫ് അവർ കോളിംഗ്. നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ, എന്ത് ലക്ഷ്യത്തിനായി ദൈവം നമ്മെ വിളിച്ചുവോ തിരഞ്ഞെടുത്തുവോ ആ ലക്ഷ്യം പ്രാപിക്കത്തക്കതുപോലെ നാം ജീവിക്കണമെന്നാണ്. പൗലോസ് 1 കൊരിന്ത്യർ 9-25 തൊട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അതേ പ്രയോഗത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മെ വിളിച്ചത് ഈ ഉന്നത ലക്ഷ്യത്തോടുകൂടെ ആകയാൽ ആ ലക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിക്കത്തക്കതുപോലെ നമ്മൾ ജീവിക്കണം. സ്തോത്രം. പട്ടാളത്തിൽ ആൾക്കാർ പോകും. പൊതുവായിട്ടുള്ള ഒരു ട്രെയിനിങ് കാലഘട്ടമുണ്ട്. അത് കഴിയുമ്പം പിന്നെ ഓരോരുത്തരുടെ ട്രേഡ് അനുസരിച്ച്, ഓരോരുത്തരുടെ അവിടുത്തെ തൊഴിലോ ജോലിയോ അനുസരിച്ച് ട്രെയിനിങ് മാറും. പൊതു ട്രെയിനിങ്ങിന് ശേഷം മുടിവെട്ടാൻ വേണ്ടിയിട്ട് പട്ടാളത്തിൽ എടുക്കപ്പെടുന്നവരുണ്ട്. അവർക്ക് അതിൻ്റെ ട്രെയിനിങ്ങാ. പിന്നെ കുശിനിക്കാരായി, അടുക്കളക്കാരായി, പാചകക്കാരായിട്ട് ഉള്ളവർക്ക് പിന്നെ അതിൻ്റെ ട്രെയിനിങ്ങാ. അക്കൗണ്ട് സെക്ഷനിലേക്കുള്ളവർക്ക് അങ്ങനെ വേറെ വേറെ ഓരോരുത്തരുടെ തൊഴിലുകൾക്കനുസരിച്ചുള്ള പരിശീലനം ലഭിക്കുന്നു. ഓഫീസേഴ്സ് ആയിട്ടുള്ളവർക്ക്, കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആയിട്ടുള്ളവർക്ക് വീണ്ടും കടുത്ത പരിശീലനങ്ങളാണ്. ചിലരെ പാരാച്യൂട്ട് റെജിമെന്റിലേക്ക് എടുക്കുന്നത്, അവർക്ക് പിന്നെ അതിൻ്റെ വേറെ ചിലരെ കമാൻഡോസ് ആയിട്ടാ, അവർക്ക് കുറെ കൂടെ കഠിനതരമായ പരിശീലനം.
ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്ന ആ തിരഞ്ഞെടുപ്പിനനുസൃതമായി അവരുടെ പരിശീലനവും ജീവിതവും ഫിറ്റ്നസും എല്ലാം വേണം. അപ്പം നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന, വിളിച്ചിരിക്കുന്ന വിളിയുടെ ശ്രേഷ്ഠത എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യിക്കാനൊന്നും അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പലരും അങ്ങനെയാ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാറ്. നമ്മൾ കൂടുതലും കേൾക്കുന്നത് അങ്ങനെയാ. ഭൗതികമായ നന്മകൾ തരാനാണെന്നും ലോകത്തിലെ ശ്രേഷ്ഠതകളിലേക്ക് എത്തിക്കാനാണെന്നും പിന്നെ വേറെ ഏതാണ്ടൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനാണെന്നും അതെല്ലാം സെക്കൻഡറിയാ. പ്രൈമറി, പ്രാഥമികമായ ലക്ഷ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിന് യോഗ്യമാമണ്ണമുള്ള ഒരു ജീവിതം. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു എ ലൈഫ് വർതി ഓഫ് ദ കോളർ, ദ വൺ ഹു കോൾഡ് us. നമ്മെ വിളിച്ച ദൈവത്തിന് യോഗ്യമാവണ്ണം ഒരു ജീവിതം. നമ്മെ വിളിച്ച ദൈവം പരിശുദ്ധനാണ്. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷതയാണ് പരിശുദ്ധൻ. അപ്പം അതിനനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം. അപ്പം ഈ വിഷയത്തിലും വരുന്നത് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്തോത്രം. അതിനോട് ചേർത്ത് അടുത്തത് നമ്മളിപ്പോ ചിന്തിച്ചതുപോലെ തന്നെയുള്ള ഒരു പ്രയോഗം നമുക്കറിയാവുന്നതാണല്ലോ. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യമാണ്. മാത്യു 3:8. Bear fruit in keeping with repentance. ഇപ്പൊ നമ്മൾ ചിന്തിച്ച ഭാഗത്തോടനുബന്ധിച്ചാണെങ്കിൽ bring fruit worthy of your repentance. Bring fruit in, how did you read, Mane? Bear fruit in keeping with repentance. Keeping with repentance. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. സ്തോത്രം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. Bring forth fruit that is consistent with repentance. That means let your lives prove your change of heart. മാനസാന്തരപ്പെട്ടു എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുക എന്നർത്ഥം. അതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഈ ഫലം കായ്ക്കുന്നത് സ്വർഗത്തിൽ പോകാനല്ല, പോകുന്നവരായതുകൊണ്ടാണ്. Such a pure, righteous life is expected of a born again Christian. വീണ്ടും ജനിച്ച ഒരു ഭക്തനിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്, സാത്താൻ പോലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് സത്യം. സാത്താൻ പോലും പ്രതീക്ഷിക്കുന്നു. അവന് ഇഷ്ടമല്ലത്, പക്ഷേ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സെഖരിയാവ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യേശുവ അല്ലെങ്കിൽ യോശുവ മഹാപുരോഹിതന്റെ വസ്ത്രത്തിലെ അഴുക്ക് ചൂണ്ടിക്കാണിച്ച കാര്യം നമുക്കറിയാം.
അപ്പൊ സാത്താൻ പോലും എന്താഗ്രഹിക്കുന്നു? ആ ദൈവത്തിന്റെ മഹാപുരോഹിതനാണെങ്കിൽ വസ്ത്രമൊക്കെ ശുദ്ധമായിരിക്കണം, അഴുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ ശുദ്ധരായിരിക്കുന്നത് അവന് ഇഷ്ടമൊന്നുമല്ല. ഇയ്യോബിന്റെ വിഷയത്തിൽ അങ്ങനെയായിരുന്നല്ലോ. ചുമ്മാതൊന്നും അല്ല അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അവന് ഇഷ്ടമല്ല നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നത്. പക്ഷേ സാത്താൻ പോലും നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. മനുഷ്യരുടെ പ്രതീക്ഷയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാര് പറയുന്നത് നമുക്കറിയാം. അപ്പം ഒത്തിരി പേര് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല, സുവിശേഷ വിരോധികളാ, പെന്തക്കോസ്ത് വിരോധികളാ. എന്നാലും അവര് നമ്മിൽ നിന്നും ഒരു പ്രത്യേക ജീവിത നിലവാരം പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മിൽ നിന്നും എന്തു വലിയ പ്രതീക്ഷയായിരിക്കും ഉള്ളത്? നാം മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നെങ്കിൽ, ദൈവമക്കളായെന്ന് പറയുന്നെങ്കിൽ, നമ്മൾ കഴികൾ പ്രാപിച്ചെന്ന് പറയുന്നെങ്കിൽ, അതിന് യോഗ്യമായ ഫലം നാം കായ്ക്കണം. അപ്പം ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ കേവലം പ്രവൃത്തികൾ മാത്രമല്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതുപോലെ നമ്മൾ സ്വഭാവം മാറണം. സ്വഭാവം മാറിയാൽ പ്രവൃത്തി താനെ വന്നോളും. പക്ഷെ നമ്മുടെ പ്രശ്നം അകത്ത് നിന്നും മാറാതെ പുറമെ നമ്മൾ കാണിക്കുന്നവരാണ്. പക്ഷേ അധിക നാള് നമുക്ക് അങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പിടിക്കപ്പെടും. ഏതെങ്കിലും സിഗ്നലിൽ, ഏതെങ്കിലും ടേണിങ്ങിൽ, വളവിൽ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കും. ഇതുവരെ അങ്ങനെ പിടിക്കപ്പെടാൻ ദൈവം അനുവദിക്കാതിരുന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ കരുണയായിരുന്നു എന്ന് ഓർത്തുകൊള്ളണം. പക്ഷേ അത് എന്നേക്കും തമ്പുരാൻ നീട്ടത്തില്ല. ആ എക്സ്റ്റൻഷൻ കിട്ടിയ, നീട്ടിക്കിട്ടിയ സമയത്തിനകം നമ്മളെ ജീവിതത്തെ നമ്മൾ അലൈൻ ചെയ്യണം, നമ്മളൊന്ന് നേരെയാക്കണം. എന്തൊക്കെ? നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും കൂടെ ഒന്ന് ചേർത്ത് വെക്കണം, രണ്ടും ഒന്നാക്കണം. നമ്മുടെ പ്രവൃത്തിയും പ്രസംഗവും കൂടെ ഒന്ന് ചേർത്ത് വെക്കണം, താദാത്മ്യപ്പെടുത്തണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചരണങ്ങളും നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ക്രിയകൾ, കർമ്മങ്ങൾ, അത് നമ്മൾ സമാന്തരമാക്കണം. ഇന്ന് രണ്ടിനും തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ? നമ്മുടെയൊക്കെ വണ്ടികൾ വീൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. വീൽ റൊട്ടേഷൻ ചെയ്യിക്കാറുണ്ട്. 2 വീലറുകളിലും അങ്ങനെ ചെയ്യാറുണ്ട്, 4 വീലറുകളിലും, എല്ലാ വണ്ടികളിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ചില സർക്കാർ വണ്ടി പോകുന്ന പോലെ ഇരിക്കും, ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് ഒരു പോക്കാം. മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ പേടി തോന്നും, ഇങ്ങോട്ടാ വരുന്നത് വിചാരിക്കും. എല്ലാ ഡ്രൈവർമാർക്കും ആ വണ്ടി ഓടിക്കാനൊക്കത്തില്ല. അതിനാ ചിലപ്പോൾ നമ്മള് ഓടിക്കുന്ന വണ്ടി മെക്കാനിക്കിനെ കൊണ്ടൊന്ന് ഓടിപ്പിച്ച് നോക്കുന്നത്. സർവീസിങ്ങിനൊക്കെ മുമ്പ് തന്നെ നല്ല മെക്കാനിക്കലാണെങ്കിൽ വണ്ടി ഓടിച്ചു നോക്കും. എന്നാൽ നമ്മൾ ചിലപ്പം ഈ
ഹാൻഡിലോ സ്റ്റിയറിംഗോ ഒക്കെ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നങ്ങ് ശീലിച്ചു പോയി. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ വണ്ടി നേരെ പൊക്കോളും. പക്ഷെ വേറൊരാൾക്ക് പറ്റത്തില്ല. ഞങ്ങളൊക്കെ സൈക്കിൾ ഓടിക്കുന്ന കാലത്തായിരുന്നു കൂടുതലും അക്കാര്യം ചെയ്യുമായിരുന്നത്. ചിലപ്പം സൈക്കിളിന്റെ ഹാൻഡിലൊക്കെ ഇങ്ങനെ അരികിയിരിക്കുന്നു. പിന്നെ ഫ്രണ്ടില് ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് കാലുകൊണ്ട് ഫ്രണ്ട് വീലൊക്കെ അങ്ങോട്ട് ഒതുക്കി നിർത്തി ഹാൻഡിലൊക്കെ തിരിച്ചു വെക്കുന്ന ശൈലിയൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല. എത്ര ചരിഞ്ഞിരുന്നാലും വണ്ടി നേരെ നമുക്ക് ഓടിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ലാതെ. പക്ഷേ അത് ശരിയല്ല. ഇതുപോലെ നമ്മളും രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ ഒരു താതാത്മ്യപ്പെടലില്ലാതെ ഇങ്ങനെ അങ്ങ് ഓടിച്ചു പോവുക. അങ്ങ് ശീലിച്ചു പോയത് കൊണ്ട് അങ്ങ് പോന്നു. പക്ഷേ നിത്യതയിൽ എത്തത്തില്ല അങ്ങനെയാണെങ്കിൽ. മുൻപും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ ഒരാശയം, നമ്മൾ നമ്മെ അറിയുന്നത് പോലെ, ദൈവം നമ്മെ അറിയുന്നത് പോലെ എന്നാണ് പറയേണ്ടത്. അത്രയും പോകുന്നില്ല, അതിനും താഴെ. നമ്മൾ നമ്മെ അറിയുന്നത് പോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മെ അറിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ നമുക്ക് തരുന്ന സ്നേഹവും ബഹുമാനവും തരുമോ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ എന്നെ അറിയുന്നത് പോലെ എൻ്റെ ഭാര്യ എന്നെ അറിഞ്ഞാൽ, ഞാൻ എന്നെ അറിയുന്നത് പോലെ എൻ്റെ മക്കൾ എന്നെ അറിഞ്ഞാൽ, ഇന്നത്തെ പോലെ അവരെന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമോ? ഞാൻ എന്നെ അറിയുന്നത് പോലെ നിങ്ങളൊക്കെ എന്നെ അറിഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമോ എന്ന് ഞാൻ ദിവസം ഒരു നേരം വെച്ചെങ്കിലും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പൂർണ്ണമായും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എനിക്ക് വേണ്ടി ഞാൻ അങ്ങയോട് ചോദിക്കുന്ന പരമപ്രധാനമായ സംഗതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജഡത്തിൽ ജീവിക്കുന്ന പാപമോചനം പ്രാപിച്ച ഒരു പാപിക്ക് എത്രയും വിശുദ്ധനാകാൻ പറ്റുമോ അത്രയും എനിക്കൊരു വിശുദ്ധനാകണം. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, ഞാൻ അങ്ങയോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഒരു ശുശ്രൂഷയ്ക്ക് വേദികൾ പോലും ഞാൻ അങ്ങയോട് ചോദിക്കുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വേണ്ട, അത് തന്നില്ലേലും വേണ്ടില്ല. എനിക്ക് പ്രസംഗിക്കാൻ ഒരു വേദിയില്ലെങ്കിലും, എന്റെ പ്രസംഗം കേൾക്കാൻ ഒരാൾ പോലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഭൗതികമായ യാതൊന്നും ഞാൻ ദൈവമേ അങ്ങോട്ട് ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് അത്യധികമായി ഉള്ളുനൊന്ത്, കണ്ണുനീരല്ല ചോരയൊഴുകുമാറി ചോദിക്കുന്നത്, എനിക്ക് ഒരു വിശുദ്ധനാകണം. ശരീരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എത്രയും യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനായി തീരാൻ പറ്റുമോ അത്രയും എനിക്ക് ആയിത്തീരണം. ഞാൻ ഉപവസിക്കാറുള്ളത്, പ്രാർത്ഥിക്കാറുള്ളത് ഏറ്റവും അധികം ഇതിനു വേണ്ടിയാണ്. നമുക്കും ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങനെ രക്ഷിച്ചു, എൻ്റെ പാപങ്ങളെ മോചിച്ചു, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് തന്നു, ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് എന്നെ വീണ്ടും ജനിപ്പിച്ചു. പക്ഷേ എൻ്റെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. രണ്ടും ഒരുപോലെയാണോ? അങ്ങനെ നമുക്ക് പറയാൻ അവകാശപ്പെടാൻ പറ്റുമോ? എനിക്ക് കഴിയുന്നില്ല. എങ്കിൽ നമുക്ക്
ദൈവത്തോട് ഇന്ന് ചോദിക്കാം, പറയാം കർത്താവിനോട്, കർത്താവ് മറ്റു ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് നടത്തി തരും. അങ്ങക്ക് ഇഷ്ടമുള്ളപ്പോൾ നടത്തിയാൽ മതി, ഇഷ്ടമുള്ളതുപോലെ നടത്തിയാൽ മതി. പക്ഷേ ഞാൻ നിർബന്ധിച്ച്, പെന്തക്കോസ്ത് ഭാഷയിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്, പോരാടി പ്രാർത്ഥിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല. സ്തോത്രം. എന്തിനു വേണ്ടിയാകട്ടെ? എന്റെ രഹസ്യ പരസ്യ ജീവിതങ്ങൾ തമ്മിലുള്ള അന്തരം മാറണം. ഞാൻ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരുപോലെ ആകണം. I should be aligned both in public and private lives, in my character and in my conduct. From within and from without. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ എന്താണോ അങ്ങനെ തന്നെ മനുഷ്യന്റെ മുമ്പിൽ എനിക്കാകണം. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, സ്തോത്രം, അതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. സ്തോത്രം. A fruit worthy of our repentance. ലോകം വേണ്ട, ലോകം നശ്വരമാണ്, ഇതെല്ലാം താൽക്കാലികമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനനുസൃതമായ ഒരു ജീവിതം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അകത്തു നിന്നും ഉണ്ടാകണം. ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് നമുക്കറിയാം. ആത്മാവിന്റെ ആ ഫലമെല്ലാം നമ്മിൽ നിന്നും ഉളവാകണം. നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാമതായിട്ട് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന കാര്യം ലവ്, സ്നേഹം. എപ്പോഴാ നമ്മൾ ഉണ്ടാകേണ്ടത്? തക്ക കാലത്ത് ഫലം കായ്ക്കുക. സാംസ് 1 ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും നീതിമാൻ. അതിനെ രണ്ടർത്ഥത്തിലും എടുത്തോളൂ. സ്നേഹമെന്ന ഫലം നമ്മിൽ നിന്നും കായ്ക്കേണ്ട കാലം ഏതാ? ഇപ്പൊ ചൂട് കാലമായപ്പം വാട്ടർമെലൻ, തണ്ണിമത്തങ്ങ ഇഷ്ടം പോലെയാ. കാരണം തണ്ണിമത്തൻ നമുക്ക് ഉപയോഗപ്രദമായത് ഈ ചൂടുകാലത്താണ്. എല്ലാ കാലത്തും 12 മാസവും കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ വിളവെടുപ്പിന്റെ കാലം എന്ന് പറയുന്നത് ചൂടുകാല. അപ്പം സ്നേഹമെന്ന ഫലം കായ്ക്കുവാൻ ആവശ്യമുള്ള കാലം ഏതാ? Then it's difficult to bring food. Yes. When hatred increases, when we face a rise of hatredness and envy, വെറുപ്പും വിദ്വേഷവും നമുക്ക് കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാലത്താണ്
ഒരു സമയത്താണ് നമ്മിൽ നിന്ന് സ്നേഹം കൂടുതൽ കായ്ക്കേണ്ടത്. സ്തോത്രം. പക്ഷേ ബാക്കി പൂരിപ്പിക്കണ്ടല്ലോ. നമ്മളെ എല്ലാവരും സ്നേഹിക്കുമ്പം തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെയൊക്കെ നാട്ടിലേക്ക് കിണർ പോലെയാ. മഴക്കാലത്ത് ചിലപ്പം കിണറൊക്കെ അങ്ങ് മോളിൽ വരും, നമുക്ക് ചുമ്മാ കോരിയെടുക്കാം പാത്രങ്ങളിൽ. തൊട്ടി കയറും ഒന്നും വേണ്ട, മോട്ടർ അടിക്കണ്ട. അതേസമയം വെള്ളത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളത് വേനൽക്കാലത്താ, അന്നേരം ഇത് ഉണങ്ങിക്കിടക്കും. സ്നേഹമെന്ന ഫലം കായ്ക്കേണ്ട കാലത്ത് കായ്ക്കാതെ, സ്നേഹം ആവശ്യമില്ലാത്ത ഒരു കാലത്ത് നമ്മൾ കായ്ച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പറയും, ദാ അങ്ങോട്ട് പോകാൻ ഇറങ്ങി നിന്നിട്ട് ഒരു ഒറ്റ വണ്ടിയില്ല. അന്നേരം എന്താ, ഇങ്ങോട്ട് എന്തുമാത്രം വണ്ടിയാ. നമ്മുടെയൊക്കെ പലപ്പോഴും ഉള്ളൊരു ഒരു 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 സംഗതിയാണ്. നമ്മൾ പോകുന്ന ദിശയിൽ ഭയങ്കര ട്രാഫിക് ജാമാ, ഓപ്പോസിറ്റ് വിപരീത ദിശ കാലിയാ, വണ്ടിയില്ല. അപ്പൊ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായല്ലോ. അങ്ങനെ ഓരോന്നും എടുത്ത് നമുക്ക് ചിന്തിക്കാനുണ്ട്. എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? ക്ഷമ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഏറ്റവും കൂടുതൽ ക്ഷമയെന്ന ഫലം നമ്മൾ കായ്ക്കേണ്ടത് പ്രശ്നമില്ലാത്തപ്പോഴല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ വിരോധം സഹിക്കുമ്പോഴാ, നമുക്കെതിരെ അന്യായം ചെയ്യുമ്പോഴാ, അകാരണമായി നമ്മളെ പീഡിപ്പിക്കുമ്പോഴാ ഹൃദയപൂർവം ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. സ്തോത്രം. അപ്പൊ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ മീറ്റിങ്ങിലും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രോവർബ്, ആസ് ദ റൂട്ട് ആസ് ദ ഫ്രൂട്ട്. വേരെങ്ങനെയോ അങ്ങനെയാണ് പഴം അല്ലെങ്കിൽ ഫലം. ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുമ്പം റോമർ 11-ാം അധ്യായത്തിലെ കാര്യവും കൂടെ ഒന്ന് ആവർത്തിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ പല ഒരു ചിന്തിച്ചിട്ടുള്ളതാണ്. Romans 11, there Paul says, we are grafted to the original root. യഥാർത്ഥ വേരിനോട് നമ്മൾ ഒട്ടിക്കപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് ഇസ്രായേൽ എന്ന നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചിരിക്കുന്നു എന്ന് അല്ല. ഇസ്രായേൽ എന്ന സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇസ്രായേൽ എന്ന സ്വാഭാവിക നാച്ചുറൽ ബ്രാഞ്ചസ്, അവയെ ഒടിച്ചു കളഞ്ഞത് ഏത് വൃക്ഷത്തിൽ നിന്നാ, ഏത് വേരിൽ നിന്നാ? യേശു എന്ന വേര്. ആ വേരിനോടാണ് ഇപ്പോൾ നമ്മളെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത്. എങ്കിൽ നമ്മിൽ കായ്ക്കേണ്ട ഫലം ഒട്ടിക്കപ്പെട്ട കൊമ്പിന്റെ സ്വഭാവം അനുസരിച്ചുള്ളതല്ല, നമ്മളെ വഹിക്കുന്ന വേരിന്റെ
സ്വഭാവം അനുസരിച്ചുള്ളതാണ്. സ്തോത്രം. Because we are grafted to Jesus, the root, we have to bear fruit according to the root, worthy of the root that holding us. നമ്മെ വഹിക്കുന്ന വേരിന്റെ സ്വഭാവത്തിനനുസൃതമായ ഫലം കൊമ്പുകളായ നാം കായ്ക്കണം. സ്തോത്രം. അപ്പൊ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞാടിന്റെ കല്യാണത്തിനായി നമ്മെ തന്നെ ഒരുക്കുന്ന നാം ചെയ്യേണ്ട കാര്യമാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. അടുത്തതിലേക്ക് പോകാമല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങൾ? ശരി, അടുത്തത് be enriched in everything in Christ. എണ്ണം കുറയ്ക്കാൻ വേണ്ടി രണ്ടെണ്ണം ചേർത്തങ്ങ് പറയാം. Be enriched in everything in Christ and lack no spiritual gifts. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. 8-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. Who will sustain you to the end, guiltless in the day of our Lord Jesus Christ. Finished? Yes. Is it 8 onwards? Yes. Yeah, but 6, 7 കൂടെ വായിച്ചോ മോനെ. 6 and 7 also. Even as the testimony about Christ was confirmed among you, so that you are not lacking any gift, as you wait for the revealing of our Lord Jesus Christ. കണ്ടോ, അവിടെ ആ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. റെഫറൻസ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 6-9 വരെ. പ്രത്യേകിച്ച് അതിന്റെ 7-ാമത്തെ വാക്യത്തിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ പ്രയോഗമുള്ളത്. You are not consciously falling behind or lacking in any special spiritual endowment or Christian grace. യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട്, അവന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നോക്കി പാർക്കുന്ന നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരിക്കണം. ലാക്ക് or you should be lacking in no spiritual gifts. അതുപോലെ തന്നെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇംഗ്ലീഷിൽ എനിക്കൊന്നു 5-ാമത്തെ വാക്യാണോ? Yes, past. Yes. Because the Is it- grace of God that was given you in Christ is for 5, that in every way you were enriched in him in all speech and all knowledge. Yeah. So be enriched in everything and be lacking in
no gifts. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരും അപ്പോൾ തന്നെ ക്രിസ്തുവിലുള്ള സകല സമൃദ്ധിയും അനുഭവിക്കുന്നവരുമാണ്. അവിടെ പറയുന്ന സമൃദ്ധി, ചിലരുണ്ട് സമൃദ്ധി എന്ന് കേട്ട ഉടൻ തന്നെ ഭൗതികമായ നിലയിൽ. ഇറ്റ്സ് നോട്ട് അബൌട്ട് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, ബട്ട് ഇറ്റ് ഈസ് in enrichment in every knowledge, in every knowledge and illumination of God, of Christ. നമ്മൾ വായിക്കുന്നത് പോലെ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഓരോ പുസ്തകത്തിന്റെ പ്രധാന തീം, ചിന്താവിഷയങ്ങളെ കുറിച്ച്. ഓർമ്മ കാണുമല്ലോ, ഇൻ റോമൻസ് വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. റോമാലേഖനത്തിൽ പറയുന്നു, നമ്മൾ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. എന്നാൽ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനത്തിൽ പറയുന്നത് ഈ 6-ാം വാക്യത്തിന്റെ, മലയാളത്തിലെ 6-ാം വാക്യം, ഇംഗ്ലീഷിലെ 5-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വി ആർ എൻറിച്ച്ഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നാം ധനികരായിത്തീരുന്നു, സമ്പന്നരായിത്തീരുന്നു, സമൃദ്ധി അനുഭവിക്കുന്നു. എന്തിന്റെ സമൃദ്ധി? ലോകത്തിലെ എന്തെങ്കിലും ഭൗമ വസ്തുക്കളുടേതല്ല, താൽക്കാലിക വസ്തുക്കളുടെ സമൃദ്ധിയല്ല. പിന്നെ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലുമുള്ള സമൃദ്ധി. എൻറിച്ച്മെന്റ് ഇൻ ക്രൈസ്റ്റ് ഇൻ എവറി വേർഡ് ആൻഡ് നോളജ്. Knowledge of God, knowledge of Christ. ഇതും കലാലയ നേട്ടങ്ങൾക്കുള്ള അറിവല്ല, അല്ലെങ്കിൽ പരിജ്ഞാനമല്ല, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ സമ്പത്ത് വർദ്ധിപ്പിക്കാനോ ഒക്കെയുള്ള പരിജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള, വചനത്തെക്കുറിച്ചുള്ള. അപ്പൊ നമ്മൾ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുകയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ വർദ്ധിക്കണം. എന്തൊക്കെ? ദൈവത്തെക്കുറിച്ചുള്ള അറിവും കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അതാണ് ആ വാക്യങ്ങളിൽ പറയുന്നത്. സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ, എങ്ങനെ? 6-ാം വാക്യം പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ 5-ാം വാക്യം പറയുന്നത് പോലെ, ദൈവീക പരിജ്ഞാനത്തിൽ നമ്മൾ സമൃദ്ധി അനുഭവിച്ച്, അതാണ് 7-ാം വാക്യത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇൻ ദിസ് വേ, ഇൻ ദിസ് വേ, വേഴ്സ് നമ്പർ 6 says, we should not be falling away or falling behind, or we should not be lacking in any special spiritual endowment or Christian grace, the reception of which is due to the power of divine grace operating in your souls by the Holy Spirit, while you wait and watch constantly, living in hope for the coming of our Lord Jesus Christ and his being made visible to all. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നെങ്കിൽ ഈ 2 കാര്യങ്ങളിൽ നമ്മൾ സമർത്ഥരാകണം.
കൃപാവരങ്ങൾ, പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ ഉളവാകുന്ന ആത്മീയ വിഷയങ്ങൾ ഒന്നും നമുക്ക് കുറയരുത്. 2, ക്രിസ്തു പരിജ്ഞാനത്തിൽ, ദൈവിക പരിജ്ഞാനത്തിൽ നമ്മൾ സമൃദ്ധരാകണം. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. നാം ദൈവിക പരിജ്ഞാനത്തിന്റെ സമൃദ്ധി അനുഭവിക്കണം. പരിശുദ്ധാത്മ പ്രവർത്തനത്തിന്റെ ക്ഷാമം ഉണ്ടാകുകയും ചെയ്യരുത്. ഇന്ന് പലരും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. ചിലരാണെങ്കിൽ അനാവശ്യ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. രണ്ടും പാടില്ലാത്തതാണ്. ഈ 2 എക്സ്ട്രീംസും പാടില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ആത്മാവിന്റെ നിറവ് നമ്മൾ ചോദ്യോത്തരവേളയിൽ പഠിച്ചിരുന്നത് പോലെ കൃപാവരങ്ങൾ എല്ലാം ഇന്നും ഉണ്ട്. അതൊന്നും നിന്നു പോയിട്ടില്ല. ഇന്നും ഉണ്ടതല്ല. ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. എന്നാൽ ഇന്ന് ക്രൈസ്തവ ലോകത്തിലെ പ്രധാന നല്ല പ്രസംഗകരായ പല വെള്ളക്കാരും ഈ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ ഈ നിലയിൽ അംഗീകരിക്കാത്തവരാണ്. ജോൺ മാക് ആർത്തർ ഉൾപ്പെടെ ഉള്ളവർ. ഇന്ന് പ്രവാചകന്മാരില്ലെന്നും പ്രവചനവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിന്നുപോയെന്നും ഒക്കെ പഠിപ്പിക്കുന്നവരാണ്. അവരുടെ മറ്റ് വ്യാഖ്യാനങ്ങളൊക്കെ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള, വളരെ നല്ല ഉന്നത നിലവാരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അവരുടെയൊക്കെ ചില കോട്ട്സ് ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. എൻ്റെ പ്രസംഗങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെതും അതുപോലെ തന്നെ പോൾ വാഷറിന്റെ ഒക്കെ കോട്ട്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ നിലയിൽ വിശ്വസിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് അവർ. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രദറൻ ഉപദേശം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചുപോയി, നിന്നുപോയി, ഇന്നില്ല. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പൊ പൂർണ്ണമായത് എന്ന് പറയുന്നത് കൊണ്ട് അവര് വ്യാഖ്യാനിക്കുന്നത് ബൈബിൾ ആണെന്ന അല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പറയുന്നത് പോലെ പരിജ്ഞാനവും നിന്ന് പോകണം, ജ്ഞാനം നിന്ന് പോകണം. അവിടെ പൂർണ്ണമായത് എന്ന് പറയുന്നത് നാം വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ അക്ഷരീയ വെളിപ്പാടാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രവർത്തനവും ഒട്ടും കുറയാതെ ഉണ്ടാവണം. പണ്ട് ബ്രദർ ആർ സ്റ്റാൻലി ഹൗ നോട്ട് ടു വർഷിപ്പ് എന്നും പറഞ്ഞ് ഒരു ലേഖനം എഴുതിയത് ഞാൻ വായിച്ചത് ഓർക്കും. ഇപ്പോൾ അദ്ദേഹം എഴുതാറുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പ്രായാധിക്യത്തിലാണ് അദ്ദേഹം. ബ്ലെസ്സിങ് എന്നും പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു, അദ്ദേഹം അതിൽ സ്ഥിരമായിട്ട് എഴുതുക. അന്ന് ഞാൻ വായിച്ച ഒരു സംഗതിയാ. പോയിന്റ്സ് എനിക്ക് ഓർമ്മയുള്ളൂ. അതിലൊന്ന് ഇതായിരുന്നു: നെവർ ഡിസ്പൈസ് ദ സ്പിരിറ്റ് ഫോർ ദ വേർഡ്. വചനത്തിന്റെ പേര് പറഞ്ഞ്
ആത്മാവിനെ ഉപേക്ഷിക്കരുത്. അതുപോലെ തിരിച്ചും ആത്മാവിന്റെ പേരും പറഞ്ഞ് വചനത്തെയും തള്ളിക്കളയരുത്. അതാണ് ഞാൻ പറഞ്ഞ രണ്ട് എക്സ്ട്രീംസ് എന്ന്. ഒന്നുകിൽ ചിലര് അങ്ങേയറ്റം, വേറെ ചിലർ ഇങ്ങേയറ്റം. ബാലൻസിങ്, ഒരു സന്തുലിത പലർക്കില്ല. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, ഓ വചനം പറയുന്ന പുള്ളിക്ക് ആത്മാവൊന്നും ഇല്ല. ആത്മാവ് ഇല്ലാഞ്ഞിട്ടല്ല വചനം വചനമായി പറയുന്നത്. അപ്പം ആ ഒരു സന്തുലിതാവസ്ഥ നമ്മൾ സൂക്ഷിക്കണം. വചനത്തിന്റെ പ്രാധാന്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 6, 7, 8 വാക്യങ്ങളിൽ. ഞാനതിന്റെ 6-ാം വാക്യം 5, 6 ഒന്നുകൂടെ വായിക്കുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. ക്രിസ്തുവിന്റെ സാക്ഷ്യം അതെന്തുവാ? വചനമാ. നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അപ്പോൾ വചനത്തിന്റെ ഒരു കുറവും ഇല്ലായിരുന്നു. അവിടെ വചനമാ, ഈ പറഞ്ഞത് വചനമാ. അത് മാത്രം മതിയോ? പോരാ. അടുത്ത ഭാഗം പറയുന്നതാണ് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരിക്കണം. ഇത് രണ്ടും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകണം. ദൈവവചനവും ദൈവത്തിന്റെ ആത്മപ്രവർത്തനങ്ങളും. രണ്ടുമുണ്ട്. ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം ചരിഞ്ഞു പോയാൽ അത് അപകടമാണ്. അങ്ങനെയാണ് ദുരുപദേശങ്ങൾ രൂപപ്പെടുക. ദുരുപദേശം എന്തുവാ? ടോട്ടൽ അൺട്രൂ doctrines, but made up of some biblical truths, emphasizing only one aspect and neglecting the other. ദുരുപദേശം, ഹെരസി എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ചില ഉപദേശങ്ങളെ സന്തുലിതമായി വ്യാഖ്യാനിക്കാതെ ഏതെങ്കിലും ഒരു വശത്തിനു മാത്രം അമിത പ്രാധാന്യം നൽകി ഒരു ഭാഗത്തെ അവഗണിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വേദവിപരീതങ്ങളാണ്. സ്തോത്രം. മനസ്സിലായോ? മനസ്സിലായി പാസ്റ്റർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന ആൾക്കാരെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമോ? വേദപുസ്തകം സത്യസന്ധമായി കൃത്യമായി പറയുന്ന ഉപദേശങ്ങളെ സ്വീകരിക്കാത്തവർ, അതിനെ തിരിച്ചു പഠിപ്പിക്കുന്നവർ, ആ ഉപദേശത്തിന്റെ അവരുടെ തീവ്രത അനുസരിച്ചാണ് തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർ, നമ്മളെ മത്തായി 5-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ പറഞ്ഞു, ഈ ഉപദേശങ്ങളിൽ ഏറ്റവും ചെറുതിനെ അല്ലെങ്കിൽ ഇതിനെ ചെറുതായി പഠിപ്പിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവരായിരിക്കും. ഇനി അഥവാ ഇങ്ങനെയുള്ളവർ ചെന്നു പറ്റിയാൽ തന്നെ
അവർ ചെയ്തതിനൊത്തതായ പ്രതിഫലം അവർക്ക് ലഭിക്കാതെ സ്വർഗത്തിലെ സ്ഥാനങ്ങളിൽ ഡിമോഷൻസ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ആൾക്കാര് ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും അന്യഭാഷ പ്രവചനം, കൃപാവരങ്ങൾ ഇവയെ പ്രോത്സാഹിപ്പിക്കാത്തവരും അങ്ങനെ ഇല്ല, അത് നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവരുമാണ്. ഒരു ചോദ്യം വന്നിരിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യു ഹാവ് ബീൻ enriched in every way with all kinds of speech and with all knowledge. So could you please explain all kinds of speech? Here all kinds of speech means the word എന്നാണ്, വചനം. അന്യഭാഷ അല്ലെങ്കിൽ സ്പീക്കിംഗ് ഇൻ ടങ്സിനെ കുറിച്ച് അല്ല, വേർഡ് എന്നാണ് അവിടെ ഉള്ളത്. വചനത്തിൽ, വചനം. To speak of your faith, അവിടെ സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. ഇൻ അട്ടറൻസ് എന്നാണ് ചിലതില്. ആംപ്ലിഫൈഡ് വേർഷൻ കൊടുത്തിരിക്കുന്നത്, in him every respect you were enriched in full power and readiness of speech to speak of your faith. അവിടെ വചനം എന്നതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്ന ദൈവവചനം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ വചനം. വിശ്വാസത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇന്നത്തെ സോക്കോൾഡ് പ്രസംഗർ പറയുന്ന പോലെ പറ. ഇന്ന് ഞാൻ ഐ ഹാപ്പൻ ടു സീ എ ഷോർട്ട് വീഡിയോ ഓഫ് സം സിസ്റ്റർ, എനിക്കറിയത്തില്ല അവരുടെ പേരെന്താണെന്ന്. ഒരു സിസ്റ്ററിന്റെ ഒരു ഷോർട്ട്, സം സെക്കൻഡ്സ് അതോ 1-2 മിനിറ്റിലേക്കുള്ള ഒരു ഷോർട്ട് വീഡിയോ ഐ ഹാപ്പൻ ടു സീ ടുഡേ. അതില് ഒരു ആന്റിയുടെ പേര് പറയുന്നുണ്ട്, ഒരു ആന്റിയുടെ പേര്. എന്നിട്ട് ആ ആന്റിക്ക് മക്കളില്ലായിരുന്നു. ഈ സിസ്റ്റർ ആ ആന്റിയെ കുറിച്ച് പറയുക. ഫുൾ വീഡിയോ ഞാൻ കണ്ടില്ല, ഒരു ഷോർട്ട് ഇത് മാത്രമേ കണ്ടേ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയാം. മക്കളില്ലാതിരുന്ന ആ ആന്റി അവരുടെ വയറയിൽ ഒരു പെൺകുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും പേര് എഴുതി ഒട്ടിച്ചുകൊണ്ടായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത്. അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ സ്കൂൾ ബസ് വരുമ്പോൾ അവർ മുറ്റത്തിറങ്ങി നിൽക്കും. മക്കളില്ല. മറ്റു കുട്ടികൾ ബസ്സിൽ കയറി പോവുകയും വരികയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഈ ആന്റി വിശ്വാസത്താൽ വീട്ടിലോട്ട് നോക്കിയിട്ട് വിളിച്ചു പറയും, എടാ മോനെ ജോണെ, വണ്ടി വന്നടാ, ബസ്സിൽ കയറി പോകാൻ. പെൺകുട്ടിയുടെ പേരെന്താന്ന് ഈ പറഞ്ഞ സിസ്റ്റർ അറിയത്തില്ല. അത്ര ഞാൻ കേട്ടുള്ളൂ. ഞാൻ ഊഹിക്കുന്നത് അവർക്ക് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ജനിച്ചു, അവർക്ക് ഈ പേരുകളൊക്കെ തന്നെ ഇട്ടു. അങ്ങനെ വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയും വേണം എന്നൊരു പ്രസംഗമായിരുന്നത്. ആ വിശ്വാസ പ്രഖ്യാപനമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ദ ക്രീഡ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കിയത്. അത്ഭുതങ്ങൾ നടക്കാനുള്ള വിശ്വാസ വചനത്തിന്റെ പ്രഖ്യാപനമല്ല. പകരം ഇവിടെ പറയുന്നത് സ്പീച്ച് ഓർ speak what you believe about God, about Christ. It is not about miracles, wonders, but about the truth of God, or the very essence, the content of the New Testament.
പുതിയ നിയമത്തിന്റെ അന്തസത്തയാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസമെന്ന് യൂദ പറയുന്നത്, അതിവിശുദ്ധ വിശ്വാസമെന്ന് യൂദ പറയുന്നത്, വിശ്വാസത്തിനായി പോരാടണമെന്ന് പൗലോസ് പറയുന്ന ആ വിശ്വാസത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ വിശ്വാസ വചനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓക്കെ, മുൻപ് ജീവിച്ചിരുന്ന പല പ്രസംഗകർക്കും ഇന്നത്തെ പെന്തക്കോസ്ത് അനുഭവം ഇല്ലാത്തവരായിരുന്നു. മുൻ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ചിലർക്ക് അന്ന് ഈ അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇടക്കാലത്തെ അന്ധകാര യുഗത്തിന് ശേഷം 1900s 1900 തുടക്കത്തിലാണ് ഇന്ന് നാം കാണുന്ന പെന്തക്കോസ്ത് അനുഭവങ്ങൾ പിന്നെയും വ്യാപകമായത്. അതിനു മുമ്പ് ജീവിച്ചിരുന്ന പ്രസംഗകരും സഭാ നേതാക്കന്മാരും ഇന്നത്തെ പോലെ പെന്തക്കോസ്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ അനുഭവിച്ചിട്ടില്ലാത്തവരായിരുന്നു. സ്പർജൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെയുള്ളവരാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. ഇത് രണ്ടും ദൈവ വചനത്തിന്റെ ശരിയായ അറിവും അതിലുള്ള സമൃദ്ധിയും, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പ്രവർത്തനത്തിലുമുള്ള അറിവും സമൃദ്ധിയും അനുഭവവും നമുക്ക് വേണം. അതാണിവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിരിക്കുന്നത്.